എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇത്. I propose a coconut promotion scheme in the coastal areas. Turtle trails along key nesting sites in the coastal areas of Odisha, Karnataka and Kerala. കേന്ദ്ര ബജറ്റിൽ അവതരിപ്പിച്ചതോടെ കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് പൂർണ്ണ ബോധവാന്മാരായിരിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര ബജറ്റ് കേട്ടപ്പോൾ കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് നമുക്ക് സംശയം തോന്നി. അല്ല, അത് തന്നെ പറഞ്ഞു. ഏതിലാ ഉള്ളത്? പറഞ്ഞ പോലെ ആമമുട്ട അല്ലേ ഉള്ളൂ. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന്റെ ദീർഘകാല ആവശ്യങ്ങളോട് കേന്ദ്ര സർക്കാർ വീണ്ടും മുഖം തിരിച്ച കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത്. അതിവേഗ റെയിൽ പ്രതീക്ഷിച്ച കേരളത്തിന് ലഭിച്ചത് ആമമുട്ട. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന എയിംസ്, ശബരി റെയിൽ പദ്ധതികളൊന്നും ബജറ്റിൽ ഇടം കണ്ടില്ല. വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് പ്രത്യേക പാക്കേജോ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കേരളം ആവശ്യപ്പെട്ട പ്രത്യേക ഗ്രാൻഡോ അനുവദിച്ചിട്ടില്ല. BJP അധികാരത്തിലേറ്റിയ തിരുവനന്തപുരം നഗരത്തിനും കേന്ദ്ര ബജറ്റ് നിരാശയായി. കടലാമയുടെ ആവാസ വ്യവസ്ഥ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മാത്രമാണ് ധനമന്ത്രി കേരളം എന്ന വാക്ക് ഉച്ചരിച്ചത്. കാണാം എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇത്. കേരളത്തിൽ എയിംസ് വരും. ഇതിനായി 5 ജില്ലകൾ നിർദ്ദേശിക്കാനാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്. ഇങ്ങനെ തുടങ്ങി പൊതുജനങ്ങൾക്കേറെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങൾ. ജില്ലകൾ തോറും നടന്ന് സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ വാഗ്ദാനങ്ങൾ ചൊരിഞ്ഞു. സംശയം പ്രകടിപ്പിച്ച ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന് നൽകിയ മറുപടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒന്നുകൂടി ഓർക്കണം. ആലപ്പുഴയിൽ മറ്റ് ഏത് ആശുപത്രിയാണ് ജനങ്ങൾക്ക് ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്? കേരളത്തിന്റെ ഒരു എയിംസ് ഉണ്ടെങ്കിൽ അത് ആലപ്പുഴയ്ക്ക് തരണമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒറ്റ തന്തയ്ക്കുണ്ടായതെന്നാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. എന്നാൽ ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. സ്ഥലം ഏറ്റെടുത്ത് നൽകാത്തതാണ് എയിംസ് കേരളത്തിന് കിട്ടാത്തതിന് കാരണമായി BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. കിട്ടുന്നില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എൻ്റെ ഒരു ഒറ്റ ചോദ്യമുള്ളൂ. നിങ്ങൾക്ക് തന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ നടപ്പിലാക്കാത്തത്? നാടിൻ്റെ വികസനത്തിന് വേണ്ടി പുതിയ പ്രോജക്റ്റ് വരണമെങ്കിൽ, അത് നടപ്പിലാക്കണമെങ്കിൽ NDA സർക്കാർ ഇവിടെ വരണം. കർണാടകയിൽ നിന്ന് കേരളത്തിലെത്തി BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ കോഴിക്കോട്ടെ കിനാലൂരിനെക്കുറിച്ച് കേട്ടിരിക്കാൻ ഇടയില്ല. കിനാലൂരിലെ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള 150 ഏക്കർ ഭൂമിയാണ് എയിംസിനായി മാറ്റിവെച്ചത്. സർക്കാർ ഭൂമിക്ക് പുറമെ താമരശ്ശേരി താലൂക്കിലെ കിനാലൂർ, കാന്തലാട് വില്ലേജുകളിലെ 193 കുടുംബങ്ങളിലെയും ഒരു ക്ഷേത്രത്തിന്റെയും ഒരു പള്ളിയുടെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ഉൾപ്പെടെ 40.68 ഹെക്ടർ ഭൂമി കൂടി എയിംസിനായി കേരളം കണ്ടെത്തിയിട്ട് വർഷങ്ങളായി. വാഗ്ദാനങ്ങൾ പലവട്ടം പലരും പറഞ്ഞിട്ടും എയിംസ് കേരളത്തിനില്ല. കേരളത്തിന് കിട്ടിയത് ആമയും ആമമുട്ടയും മാത്രം. I propose a coconut promotion scheme in the coastal areas. Turtle trails along key nesting sites in the coastal areas of Odisha, Karnataka and Kerala. കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിക്കും മുൻപേ കടലാമ സംരക്ഷണത്തിലും അവയുടെ മുട്ട സംരക്ഷിച്ച് വിരിയിക്കുന്നതിലും കേരളം മുന്നിലുണ്ട്. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ കോഴിക്കോട്ടെ കൊളാവി തീരത്തെക്കുറിച്ച് കേട്ടിരിക്കില്ല. എന്നാ കേട്ടോളൂ. 1992 മുതൽ കടലാമകളുടെ സംരക്ഷണത്തിലൂടെ ലോകത്തിന് മാതൃക കാണിച്ചവരാണ് പയ്യോളി കൊളാവി തീരത്തുള്ളവർ. 65ഓളം കടലാമകൾ വരെ മുട്ടയിടാനെത്തിയിട്ടുണ്ട് കൊളാവി തീരത്ത്. മുട്ടകൾ കുഴിയിൽ കിടന്നാൽ കുറുക്കനും കീരിയുമെത്തി അകത്താക്കും. ഇത് തടയാൻ കൊളാവി പാലത്ത് പരിസ്ഥിതി സ്നേഹികൾ രൂപീകരിച്ച കൂട്ടായ്മയാണ് തീരം സംരക്ഷണ സമിതി. ഇവർ ശേഖരിക്കുന്ന മുട്ടകൾ ഹാച്ചറികളിലെത്തിച്ചാണ് വിരിയിക്കുക. തീരത്തെ മണൽപ്പരപ്പിലാണ് ഹാച്ചറി. കടലിലേക്കിറങ്ങും വരെ ആ സംഘം അവിടെ കണ്ണിലെണ്ണയൊഴിച്ച് കാവലുണ്ടാകും. മറ്റു നിരവധി ആമ സംരക്ഷണ കേന്ദ്രങ്ങളും കേരളത്തിലുണ്ട്. അങ്ങനെയുള്ള കേരളത്തിനാണ് കേന്ദ്രത്തിന്റെ ആമ സംരക്ഷണ പദ്ധതി. ആമയായാലും ആനയായാലും സംരക്ഷണ പദ്ധതികൾ നല്ലത് തന്നെ. അതിനപ്പുറം കേരളത്തിന്റെ ആവശ്യങ്ങളോട് ബജറ്റ് മുഖം തിരിച്ചത് എന്തുകൊണ്ടാവാം? കേരളം നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം കേന്ദ്ര ഗവൺമെന്റ് ഒരു സംസ്ഥാനമെന്ന നിലക്ക് കേരളത്തോട് വലിയ അവഗണന കാണിക്കുന്നു. ഒരുതരം സാമ്പത്തിക ഉപരോധം നമ്മുടെ സംസ്ഥാനത്തിന് നേരെ കാണിക്കുന്നു. കേന്ദ്ര ബജറ്റിൽ അവതരിപ്പിച്ചതോടെ കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് പൂർണ്ണ ബോധവാന്മാരായിരിക്കുന്നു എന്നുള്ളതാണ്. എയിംസ് മാതൃകയിൽ പുതിയ ആയുർവേദ കേന്ദ്രങ്ങൾ പ്രഖ്യാപിച്ചെങ്കിലും ആയുർവേദ ചികിത്സയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന കേരളത്തിന് ഒന്നുമില്ല. രാജ്യത്ത്
7 പുതിയ അതിവേഗ റെയിൽ ഇടനാഴി പ്രഖ്യാപിച്ചു. കേരളത്തെ തഴഞ്ഞു. പുതിയ അതിവേഗ പാതയ്ക്ക് വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരനോട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു എന്ന അവകാശവാദം കേരളീയർക്ക് ആവേശം നൽകിയതാണ്. ആ ആവേശം എരിഞ്ഞടങ്ങാൻ അധിക സമയം വേണ്ടിവന്നില്ല. ബജറ്റിൽ പ്രഖ്യാപിക്കാതെ എങ്ങനെ ഇത്തരം വൻ പദ്ധതികൾ നടപ്പാകും എന്ന് ചോദിക്കരുത്. വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഇ ശ്രീധരൻ. അങ്ങനെ പ്രഖ്യാപനം വരില്ല. കാരണം ഇപ്പോൾ വെറും ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാകുള്ളൂ. ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാനുള്ള ഓതറൈസേഷൻ അത് വരും. വിത്തിൻ എ വീക്ക് ഓർ 10 days അത് വരും. ഈ റെയിൽവേ ബഡ്ജറ്റിന് ഒരു ഗുണപ്പുള്ളതെന്ന് വെച്ചാൽ അനൗൺസ്മെൻറ്റ് ആവശ്യമില്ല. അപ്പോൾ റെയിൽവേ മിനിസ്റ്റർ ഹാസ് ഗോട്ട് ഫുൾ പവേഴ്സ് ടു ഡു അലോക്കേഷൻ റീഅലോക്കേഷൻ. പ്രത്യേകിച്ച് ഈ സർവേ ചെയ്യാനല്ലോ, സർവേ ചെയ്യാൻ ഗോട്ട് ഫുൾ പവേഴ്സ് സ്ട്രേറ്റ് വേ. ആരാ അസമ്മതമില്ലാത്തതിന്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹായം ലഭിക്കും എന്ന പ്രതീക്ഷയും അസ്ഥാനത്തായി. കേരളത്തെ ബജറ്റ് പൂർണ്ണമായി അവഗണിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേന്ദ്ര ബജറ്റ് കേട്ടപ്പോൾ കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് നമുക്ക് സംശയം തോന്നി. കാരണം കേരളത്തിനൊന്നുമില്ല. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ പറഞ്ഞത് എയിംസെങ്കിലും കിട്ടുമെന്നാണ് വിചാരിച്ചത്. അവർ നിരന്തരമായി എയിംസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എയിംസും ഇല്ല, അതിവേഗ റെയിൽപാതയും ഇല്ല, കേരളത്തിന് വേണ്ടി ഒന്നുമില്ല. ഒരു തരത്തിലുള്ള ഒരു ആശ്വാസം കേരളത്തിന് നൽകുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും ഇല്ല എന്നത് സങ്കടകരമാണ്. ധാതുക്കൾ ഖനനം ചെയ്യുന്ന ഇടം മുതൽ അവ ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, ഇവയുപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ എന്നിവയെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന വിപുല ശൃംഖലയായ ധാതു ഇടനാഴിയിൽ കേരളമുണ്ട്. സമാന പ്രഖ്യാപനം കേരള ബജറ്റിലുമുണ്ടായിരുന്നു. ഏതായാലും കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ഉതകുന്ന പ്രഖ്യാപനങ്ങളൊന്നും കേന്ദ്ര ബജറ്റിലില്ല എന്നത് തികഞ്ഞ നിരാശയാണ്. ബജറ്റ് ചർച്ചയ്ക്ക് ധനമന്ത്രി മറുപടി പറയുമ്പോഴെങ്കിലും കേരളത്തെ പരിഗണിക്കുമെന്ന നേരിയ പ്രതീക്ഷ ബാക്കിവെക്കാം. അതിന് പക്ഷേ സമ്മർദ്ദം അനിവാര്യമാണ്. ന്യൂസ് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. ഇനി കേന്ദ്ര ബജറ്റിൽ പൊതുജനത്തിന്റെ പ്രതികരണം എന്തെന്ന് നോക്കാം. വളരെ മോശം ബജറ്റായിട്ടാണ് മാറിയിട്ടുള്ളത്. കേരളത്തിലെ ബജറ്റും കേന്ദ്രത്തിലെ ബജറ്റും ഒരേപോലെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വളരെ മോശപ്പെട്ട ബജറ്റായി മാറിയിട്ടുണ്ട്. കേരളത്തിന് ആമനെ സംരക്ഷിക്കാനൊരു സംഭവം തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ആമയിലല്ലേ ഇവിടെ കൂടുതലുള്ളത്, ജനങ്ങളല്ലേ, അവർക്കുള്ള ഒന്നും കേന്ദ്രം തന്നിട്ടില്ല. കേരളത്തിൻ്റെ കാര്യത്തിൽ പണ്ടേ നമ്മളെ NDA സർക്കാർ ഒരു ചുറ്റമ്പനായാണ്. പൊതുവെ കേരളം ഭരിക്കുന്നത് LDF ആണ്. എന്നുള്ള നിലയ്ക്ക് അവർ പൊതുവെ നമ്മൾ സപ്പോർട്ട് ചെയ്യാറില്ല. നമ്മൾ പ്രതീക്ഷിച്ച് ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല. നിങ്ങൾ പറയുക എയിംസ് മുതൽ ഒന്നും കിട്ടിയിട്ടില്ല. അത് നമ്മളൊക്കെ വളരെ എന്താണ് പറയുക, വളരെ വിഷമമുണ്ട് ആ കാര്യത്തിൽ. നിർമ്മലാ സീതാരാമൻ്റെ നല്ല കാഴ്ചപ്പാടോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇപ്പം പെട്ടെന്നൊരു എയിംസ് ഇല്ല എന്നുള്ള ഒരു കണ്ടീഷനിലൊന്നും ഒരു വിഷയമാക്കണ്ട. സംഭവം നല്ല കണ്ടീഷനിലായിരിക്കും. ഈ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിന് ഇതുവരെ ഒന്നും നൽകിയിട്ടില്ല. ഞങ്ങൾ കാസർഗോഡ് ജില്ലക്കാരാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുമാണ് ഞങ്ങൾ കാസർഗോഡ് ജില്ലക്കാർ. എയിംസ് നിർബന്ധമായിട്ട് വേണ്ട സ്ഥലം. കേരളത്തിന് വേണ്ടി എന്തും കൊടുക്കുന്നില്ല, കേന്ദ്രത്തിന് വേണ്ടി എന്തും കൊടുക്കുന്നില്ല. എന്താ എന്തിനും കൊടുക്കുമ്പോൾ ഫണ്ട് ഇതാക്കുന്നത് ഒന്നും കൊടുക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് എന്തും ഒരു പൈസ എന്ന സംഗതി കേന്ദ്രം നമുക്ക് തരുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത്? ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിനൊന്നും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ. ഒക്കെ ഒരു ബായിലുള്ള ലെവലിൽ പോകണം. ഇനി രാഷ്ട്രീയത്തിൽ അതിൽ പറയുകയാണല്ലോ കിട്ടിയില്ല എന്ന്. ഒക്കെ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ കിട്ടും, രാഷ്ട്രീയ കളി കളിച്ചാൽ കിട്ടൂല. അതാണ് ഇപ്പം ഭരണവും കേന്ദ്രമൊക്കെ ഒരു ലെവലിലാണല്ലോ. നമ്മൾ രാഷ്ട്രീയം പറയല്ല, ഓരോ ഈക്കിലും ഒരേ ഒരു കൺസെപ്റ്റിലാണല്ലോ നീങ്ങണേ. ഒന്നുമില്ല, വേറെ ആമമാര് നോട്ടീസ് വായിച്ചു അത് കഴിഞ്ഞു. കേരളം ഒന്നും വട്ടം പോയി. ഇനിയെങ്കിലും കേരളത്തിൽ നിന്ന് MP മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് വ്യക്തമായി വിദ്യാഭ്യാസമുള്ള കഴിവുള്ള യുവാക്കളെ തിരഞ്ഞെടുത്ത് വിടണം. അല്ലെങ്കിൽ ഇതുപോലത്തെ അവസ്ഥ ഇനിയും ഉണ്ടാവും. കേരളത്തിനെ ഒന്ന് അവഗണിച്ച മട്ടിലേ അവർ ചെയ്യുള്ളൂ. കേരളത്തിന് അത് എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ ഇവരെ കേരളത്തിൻ്റെ പോക്കും അത് തന്നെയാണ്. മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊന്നും അങ്ങനെ ഇല്ലല്ലോ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പിടിപ്പുകേട് അതന്നെ. ഒരാശ്വാസവും ഇല്ല, ഒരു പ്രതീക്ഷയില്ല, എല്ലാം നശിഞ്ഞ് കിടക്കണേ. എന്നാലും ആമ പോലെ ആയിപ്പോയി. ഒന്നുമില്ല, നമുക്കൊന്നുമില്ല. വലുതായിട്ട് ജനങ്ങൾക്ക് ഗുണം തന്നെയില്ല. പറയുമ്പോൾ എല്ലാം കൊട്ടപ്പടി പറയുന്നുണ്ട്, പക്ഷേ വലുതായിട്ടൊന്നും ഗുണവും കിട്ടാറില്ല.
നിരവധി പ്രേക്ഷകരാണ് ഈ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളും 24-ന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പ്രതികരിച്ചിട്ടുള്ളത്. മിനിബാബു പറയുന്നുണ്ട്, ഏതെല്ലാം സ്വപ്നങ്ങളാണെന്നോ, ആമയും തേങ്ങയും കിട്ടി കേരളത്തോട് രണ്ടാം നയമായി പോയി എന്ന് പറയുന്നുണ്ട്. കേരളത്തിൽ എയിംസ് കൊണ്ടുവരാൻ ഏത് ജില്ലയിൽ വേണം എന്നത് തീരുമാനമായിട്ടില്ല എന്നാണ് രവികുമാർ PB പറയുന്നത്. ശരിയാണ്, കേരളത്തിൽ എയിംസ് ഏത് ജില്ല എന്നത് പോകട്ടെ, കേരളത്തിനൊരു എയിംസ് എന്നുള്ള പ്രഖ്യാപനം പോലും നടത്തിയിട്ടില്ല. അതിനുശേഷമാണല്ലോ കേരളത്തിൽ ഏത് ജില്ലയിൽ ഈ സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാം എന്നത് സംബന്ധിച്ച് സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. നേരത്തെ പറഞ്ഞ കോഴിക്കോട്ടെ കിനാലൂർ, അത് UPA സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് 200 ഏക്കർ സ്ഥലം വേണം എന്ന് കേന്ദ്ര നിബന്ധനയെ തുടർന്ന് ആ നിലയിൽ ആ സ്ഥലം വിട്ടു നൽകുന്നതിന് വ്യവസായ വകുപ്പിന് കീഴിലുള്ള 180 ഏക്കറും പിന്നീട് ഏറ്റെടുക്കുന്ന മറ്റൊരു 38 ഏക്കറും കൂടി ചേർത്ത് അങ്ങനെ സ്ഥലം കൈമാറുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്നത്തെ സംസ്ഥാന സർക്കാർ പോയത്. പിന്നീട് പല ജില്ലകളിൽ നിന്നുള്ള ജനപ്രതിനിധികളും ജനങ്ങളുമൊക്കെ അവരവരുടെ ജില്ലയിൽ വേണം എന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന് ഒരു എയിംസ് കേന്ദ്രം ബജറ്റിൽ പ്രഖ്യാപിക്കുക എന്നത് തന്നെയാണ്. അത് ആ പ്രഖ്യാപനം ഉണ്ടായില്ല. അതിനുശേഷമാണത് ഏത് സ്ഥലത്ത് വേണം എന്നത് സംബന്ധിച്ച് സർക്കാരൊക്കെ തീരുമാനം കൈക്കൊള്ളുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.